യോഗ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ യോഗ തെറാപ്പി എന്ന് പറയുമ്പോൾ അത് പേഷ്യൻസിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ മാമിന്റെ ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് ഒക്കെ കണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണോ? ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ബാക്ക് പെയിൻ തന്നെ പറയുവാണെങ്കിൽ എത്രയോ വെറൈറ്റി ബാക്ക് പെയിനുകൾ ഉണ്ട്. അതായത് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഡിസ്പ്രൊലാപ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നട്ടൽ വളഞ്ഞിരിക്കുന്ന സ്കോലിയോസിസ് പോലെയുള്ളത് ഉണ്ടാവാം, ഹെർണിയേഷൻ ആവാം, അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ട് ബാക്ക് പെയിനിൽ തന്നെ. എന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, യോഗ ഫോർ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല അത് ചെയ്യുന്നത്. പക്ഷെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ടൈറ്റിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് യോഗ ഫോർ ബാക്ക് പെയിൻ, അത് ബാക്കിന്റെ പല മസിൽസ് പേശികൾക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളൊരു പേഷ്യൻ്റ് ആയിട്ട് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ലോങ് സിറ്റിംഗ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്കൊക്കെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾക്ക് ആ ഒരു യോഗ ഫോർ ബാക്ക് പെയിൻ വീഡിയോ വളരെ നല്ലതായിരിക്കും. പക്ഷെ ഒരു സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ആ ഒരു കോമൺ ഒരു ജനറൽ വീഡിയോ എടുത്തിട്ട് ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ ആണെങ്കിൽ കൂടി അത് ചെയ്യരുതെന്നേ പറയുള്ളൂ. എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുത്ത് വ്യക്തമായിട്ട് അവരുടെ പ്രോബ്ലം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ഡിസൈൻഡ് ആയിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് ചെയ്താൽ മാത്രമേ അവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ.